ജയശങ്കർ സാറിനെ കുറിച്ച് ബിബിന്റെ അഭിപ്രായം എന്താ? ഏത് ജയശങ്കർ? അഡ്വക്കേറ്റ് ജയശങ്കർ ആണ്. അതെ, നമ്മുടെ ആക്സിന്റെ തന്നെ ഫാമിലി പെട്ട ഒരാളാണ് ജയശങ്കർ സാർ. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വ്യക്തമായ ക്രിയാത്മകമായി ഇടപെടുകയും അതേക്കുറിച്ച് തൻ്റെ അഭിപ്രായം തുറന്നു പറയുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പലപ്പോഴും ജയശങ്കർ സാർ പറയുന്ന പല വീഡിയോസും ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. ഒരു രസമുള്ള അല്ലെങ്കിൽ രസകരമായ രീതിയിൽ വിമർശനം നടത്തുന്ന ഒരാളാണ്. ഈ ജയശങ്കർ സാർ ഇന്ത്യ വിഷനിൽ ഉണ്ടായിരുന്നു, വാരാന്ത്യം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിന്റെ പ്രൊഡ്യൂസറും ഞാനായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 10-15 വർഷമായിട്ട് ഞാൻ ജയശങ്കർ സാറിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കൂടെ ഉണ്ട്. അപ്പൊ ഇതുവരെ എനിക്കൊരു ഏത് രാഷ്ട്രീയമാണെന്ന് പോലും നമുക്ക് അറിയില്ല. അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്തകനായിരുന്നു. ഒരു പക്ഷെ അദ്ദേഹം എല്ലാ പാർട്ടിക്കാരെയും വിമർശിക്കുമായിരുന്നു. അല്ല, ശരിയാണ് രാകേഷ്. കാരണം നോക്കിയാൽ ഇപ്പോൾ പലരെയും വിമർശിക്കാൻ ഒരു രാഷ്ട്രീയത്തിന്റെ ചായ്വ് പിടിക്കാറില്ല, കൃത്യമായി വിമർശനം നടത്താറുണ്ട്. അത് വളരെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്, തമാശപരമായി വിമർശിക്കുന്നുണ്ട്, കളിയാക്കുന്ന തരത്തിലും വിമർശിക്കാറുണ്ട്. ഈ രസകരമായി വിമർശനം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ഇപ്പം നമ്മൾ പലപ്പോഴും പറയും CPM-നെയാണ് അവരുടെ ഏറ്റവും വലിയ പരാതി. CPM-നെ ഞങ്ങളെ കൂടുതൽ വിമർശിക്കുന്ന CPM-കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിലും ഗംഭീരമായിട്ട് കോൺഗ്രസ്സുകാരെ വിമർശിക്കാറുണ്ട്. കോൺഗ്രസിനെ കുറിച്ച് പലപ്പോഴും പറയുന്ന വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കോൺഗ്രസ് പിന്നെ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ജയശങ്കർ പലപ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കർ വിമർശിക്കാറുള്ളത്. ഹിന്ദു ഹൃദയ സാമ്രാട്ടെന്ന് നരേന്ദ്രമോദി ആദ്യമായിട്ട് വിളിച്ച് ജയശങ്കർ സാറാണ്. അപ്പൊ മുണ്ടുടുത്ത മോഡി എന്ന് നമ്മുടെ പിണറായി വിജയനെയും വിളിച്ച അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇതിലെല്ലാം ഒരു രാഷ്ട്രീയമില്ല, കാരണം വിമർശനമാണ്. അതായത് ഇപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കുന്നു, UDF-ലെ ആൾക്കാരെയും വിമർശിക്കുന്നു, കുഞ്ഞാലിക്കുട്ടിനെ വിമർശിക്കുന്നു. തെറ്റായ കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതിനെ കൃത്യമായി വിമർശിക്കും, നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ പറയുന്നത് കേൾക്കാം, അത് പിന്നെ അങ്ങനെയല്ലേ എന്ന് പറയാം. പക്ഷേ എന്തുകൊണ്ട് CPM-നെ കൂടുതൽ വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ CPM-ൽ നിന്ന് കൂടുതൽ നല്ലത് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത്രയും വിമർശനം പോകുന്നത്. കാരണം ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരിൽ നിന്ന് കൂടുതലാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ വിമർശനവും കൂടും. സ്വതന്ത്രമായ വിമർശനങ്ങൾ കാരണം അദ്ദേഹത്തിന് നമ്മുടെ റിയാദിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ഇപ്പോൾ അനൗൺസ് ചെയ്തിരുന്നു. ഈ 30-ാം തീയതിയാണ് റിഫയുടെ പുരസ്കാരം. അതെ, റിഫ പുരസ്കാരം. അതെ, അത് റിയാദ് ഇന്ത്യൻ ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ സംഘടിപ്പിച്ച റിഫ പുരസ്കാരം. അതെ. അപ്പോൾ ഇതിന്റെ ഒരു ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വെച്ചിട്ട് ഇവര് വിളിക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ വിസ ശരിയാവുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് ഈ കോളും കാര്യങ്ങളൊക്കെ പലപ്പോഴും വരാറുള്ളത്. അപ്പോൾ ഞാൻ ജോഗി സാറും കൂടെ പോണു. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ 30-ാം തീയതി ഞാൻ ഈ രാജ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുരസ്കാരം മേടിക്കാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യായിരുന്നു. ഈ പുരസ്കാര ചടങ്ങ് മാറ്റിവെച്ചു, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കി. ഈ പുരസ്കാരം മുമ്പ് കിട്ടിയത് ഹരീഷ് വാസുദേവനും നമ്മുടെ കാരശ്ശേരി മാഷനും ഒക്കെ ആയിരുന്നു. ഈ പ്രാവശ്യം ഈ പുരസ്കാര ജേതാവായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വരുന്നു. റിയാദിൽ മാറ്റിവെച്ചത് സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിനെതിരെയുള്ള വൻ ആക്രമണങ്ങൾ, ഇതിന്റെ സംഘാടകർക്കും ഇദ്ദേഹത്തിനുമെതിരെ, ഇദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അവിടെ വെച്ച് കൈകാര്യം ചെയ്യാം, കാണാം എന്നൊക്കെ പറഞ്ഞ് ഉള്ള മെസ്സേജുകളാണ് സൈബർ ഇടങ്ങളിൽ ഉണ്ടാവുന്നത്. ഇവർ ഈ സംഘാടകർ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളുടെ താഴെയൊക്കെ ഇത്തരത്തിലുള്ള വലിയ ഭീഷണിയാണ്. ലാസ്റ്റ് ഇവർ പേടിച്ചു പോയി, ഈ പരിപാടി നിർത്തിപ്പോയി. കാരണം നമുക്ക് സംഘാടകരെ ഭയപ്പെടുത്തി എന്ന് തന്നെ പറയാം. അതെ. ഇത് ആദ്യം തുടങ്ങി വെച്ചത്, എന്റെ ഒരു റിവ്യൂ ശരിയാണെങ്കിൽ ആദ്യം തുടങ്ങി വെച്ചത് പിണറായിസ്റ്റുകളാണ് അവിടുത്തെ. അപ്പോൾ ഒന്നും ഇവരിങ്ങനെ രണ്ടാമത് ഇതിലേക്ക് വന്നത് ഈ പറയുന്ന പോലെ പോപ്പുലർ ഫ്രണ്ട് പോലും അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാണ്, അത്തരത്തിലുള്ള ആളുകളാണ്. ഇവര് കൃത്യമായ രീതിയിൽ ഇത് പ്ലാൻ ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഇത് ഒഴിവാക്കിയപ്പോൾ ഇവർ തന്നെ വിഷമിച്ചു പോയി. കാരണം അവിടെ വെച്ചിട്ട് ഇവർക്ക് പല പ്ലാനുകളും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സാധാരണ സംഭവിക്കുന്നത് ഇന്ത്യയുടെ പുറത്തു പോയി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതിന്റെ മുമ്പിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. പ്രശ്നങ്ങൾ അപ്പോൾ ഇത് പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെടും. ഇദ്ദേഹം ഒരു ഇസ്ലാം വിരുദ്ധനാണ് എന്ന് രീതിയിലേക്ക് ചിത്രീകരിക്കുക, അങ്ങനെ ഇദ്ദേഹത്തെ പെടുത്തുക എന്നുള്ള ഒരു പ്ലാനായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു പുരസ്കാരം ചടങ്ങ് തന്നെ ഉപേക്ഷിച്ചത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. അതായത് വിമർശനങ്ങളെ ഇഷ്ടപ്പെടാത്തവരാണ് ഇതിന്റെ പുറകിൽ, അല്ലേ? കാരണം ജയശങ്കർ എന്ത് തെറ്റാണ് അവരോട് ചെയ്യുന്നത്? നേരിട്ട് ഒരു തെറ്റുകളും അവർക്കെതിരെ ചെയ്യുന്നില്ല. പിന്നെന്താണ് വിമർശിക്കുന്നു? വിമർശനം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതായത് ഇവർ തിരുത്താൻ തയ്യാറല്ല. പല കാര്യങ്ങളിലും തിരുത്താൻ തയ്യാറാണെങ്കിൽ വിമർശനങ്ങളെ നല്ല രീതിയിൽ സ്വീകരിക്കണ്ടേ?
അപ്പോൾ തിരുത്താൻ തയ്യാറല്ലാതെ ഇതേ നിലപാടുമായി ഇനിയും മുന്നോട്ട് പോകുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു സൂചന കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഈ CAA ആ സംഭവം വരുന്ന സമയത്ത് ഈ CAA അനുകൂലിച്ചുകൊണ്ട് അവിടെ അത് രാഷ്ട്രീയം തന്നെ ഉണ്ടായിരുന്നു. അവിടെ RSSുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു യോഗം ഇവരവിടെ നടത്തി. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ വന്നു, പോലീസ് വന്ന് ഇവർക്കെതിരെ കേസെടുത്തു. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ നേരെ പാക്ക് ചെയ്ത് നേരെ നമ്മുടെ നാട്ടിലേക്ക് വിട്ടു. കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അവരുടെ രാഷ്ട്രീയം അവിടെ എടുത്തതിനുള്ള ഇതൊക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും. കാരണം ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുകയാണെങ്കിൽ, ഇതിനെ മതവൽക്കരിക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഈ റിഫ എന്ന് പറഞ്ഞ സംഘടനയിൽ എല്ലാ മതക്കാരും എല്ലാവരും ഉണ്ട്. അതിലേക്ക് ഇങ്ങനെ ഒരു സാധനം കുത്തിക്കയറ്റുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള കരിയറിന് വരെ അവർക്ക് അത് വലിയ പ്രശ്നമായിട്ട് കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ജയശങ്കർ സാറിന് ഭയങ്കര പബ്ലിസിറ്റി കൂടി, നിർത്തി ഇപ്പൊ കൂടി. കാരണം അവിടെ കിട്ടാനുള്ളതിനേക്കാളും കൂടുതൽ പരസ്യമാണ് ഇപ്പൊ കിട്ടിയത്. അപ്പോൾ പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം, അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയിരുന്നു, റഷ്യയിൽ പോയിരുന്നു, അവിടെയൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണ് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പുരസ്കാര ചടങ്ങ് നിർത്തി വയ്ക്കുന്ന രീതിയാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അറിയാതെ നിന്ന്. അത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ രാകേഷ്. കാരണം വിമർശനങ്ങളെ ഇവരൊരിക്കലും ഇത് ചെയ്യുന്നില്ല, അനുകൂലിക്കുന്നില്ല. മുൻപ് ഇപ്പോൾ ഇടത് സർക്കാർ ഭരിക്കുന്നു, സ്വാഭാവികമായിട്ടും സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കാം, ഉയർന്നു വരും. പാർട്ടിയുടെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി അവർ മാറിപ്പോവുകയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെയുള്ള വിമർശനങ്ങൾ വരും. ഈ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ എന്തുകൊണ്ട് അത് തിരുത്തിക്കൂടാ, അതല്ലെങ്കിൽ ആ വിമർശനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാൻ പോലുമുള്ള ഒരു ശേഷി ഇവർക്ക് നഷ്ടപ്പെട്ടോ? അങ്ങനെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ അതിനെ അന്ധമായി എതിർക്കുന്നത്. മുൻപ് UDF സർക്കാർ ഇരിക്കുമ്പോൾ UDF സർക്കാരിനെതിരെ മാധ്യമങ്ങൾ നിരവധി വാർത്തകൾ കൊടുക്കുമ്പോൾ മാധ്യമങ്ങളുടെ പിന്നിലായിരുന്നു ഇവരെല്ലാം. മാധ്യമങ്ങൾ ഞങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞിരുന്നവരാണ്. പക്ഷേ ഇവർ സ്വാഭാവികമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ മാധ്യമങ്ങൾ ഇവർക്കെതിരെ വിമർശിക്കും. അപ്പോഴാണ് ഈ കടക്ക് പുറത്തു വരുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്തരം വിമർശനങ്ങളെ ഒരു കാരണവശാലും സഹിക്കാൻ തയ്യാറല്ല, മാത്രമല്ല തിരുത്താനും തയ്യാറല്ല. അങ്ങനെ തയ്യാറാണെങ്കിൽ ഒരാളെ ഭംഗിയായി വിമർശിക്കുന്ന ഒരാളെ രൂക്ഷമായി എതിർക്കേണ്ടത് എങ്ങനെയാണ്? ഇതിനു മുൻപൊക്കെ കേരളത്തിൽ ഇതുപോലെ നിരവധി വിമർശകരുണ്ടായിരുന്നു. ആ വിമർശകരൊക്കെ നന്നായി വിമർശിക്കുകയും അത് മനസ്സിലാക്കാൻ കഴിവുള്ള നേതൃത്വവും ഇവിടെ ഉണ്ടായിരുന്നു, പാർട്ടി നേതൃത്വങ്ങളും ഉണ്ടായിരുന്നു. അവർ ഈ പറയുന്ന വിമർശിക്കുന്നവരെ ആക്രമിക്കുകയോ അവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ മടിക്കും. കാരണം ഇത്തരം വിമർശിക്കുന്നവരെ പലപ്പോഴും ബഹുമാനത്തോടെ സ്വീകരിക്കുന്ന ഒരു നിലപാടായിരുന്നു പാർട്ടികൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് പകരം കടന്നാക്രമിക്കുക, നിശബ്ദരാക്കുക, ഇതുതന്നെയാണ് അവരുടെ ലക്ഷ്യം. നിശബ്ദരാക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ തിരുത്താൻ തയ്യാറല്ല എന്നതാണ് സൂചന. അപ്പോൾ അത് അവർ മോശമായി തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരു പ്രധാന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ, സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഉള്ള പ്രശ്നങ്ങൾ എന്നുമ്പോൾ അതിനെയൊന്നും രാഷ്ട്രീയം മാറ്റിവെച്ച് അതിനെ കൃത്യമായ രീതിയിൽ വിമർശിക്കുന്ന ഒരാളാണ് ശ്രീ ജയശങ്കർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഇവർക്കൊക്കെ, അദ്ദേഹത്തിന് ചില സമയത്ത് പട്ടം ചാർത്തും, കൊങ്ങിപ്പട്ടം ചാർത്തും, ഇവരെ രണ്ടുപേരെങ്കിലും കൂടി ഇദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പട്ടം ചാർത്തും. അങ്ങനെ ഇദ്ദേഹത്തിന് ഏത് പട്ടമാണ് എന്നുള്ളത് അറിയാത്ത രീതിയിലാണ്. പക്ഷെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ വ്യക്തമായ രീതിയിൽ കാണുന്ന ഒരു മലയാളി സമൂഹമുണ്ട്, ഭൂരിപക്ഷ സമൂഹം. അതുകൊണ്ട് തന്നെയാണ് റിയാദിൽ നടക്കുന്ന ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവിടെ നടക്കുന്ന ഒരു അവാർഡ് ജേതാവായിട്ട് ഇദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശം വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും പലരും വായടയ്ക്കുന്നിടത്ത് ജയശങ്കർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി പൊതുസമൂഹത്തിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജയശങ്കറിന്റെ ഏറ്റവും വലിയ സ്ഥാനം. ആ സ്ഥാനം തകർക്കാൻ ഒരു പുരസ്കാര ചടങ്ങ് നിർത്തലാക്കിയാലൊന്നും സാധിക്കില്ല. അദ്ദേഹം ഇങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യും. മറ്റു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.